ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയൊരു സ്കർട്ട് ആൻഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ മെറ്റീരിയൽ ടിഷ്യൂ ആണ്, ടോപ്പും ബോട്ടമും ടിഷ്യൂ തന്നെയാണ് കേട്ടോ. 6 to 7 ഇയേഴ്സിൻ്റെ അളവിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് ക്രോപ്പ് ടോപ്പാണ്, 12 ലെങ്ത്ത് വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടി 14 ഇട്ട് വെട്ടണം. അതേപോലെ സ്കേർട്ട് വരുന്നത് ലെങ്ത്ത് 25 വരുന്നത്. അപ്പോൾ മുകളിലത്തെ പടി 1 ഇഞ്ചും 1 ഇഞ്ചിന് നമ്മൾ 3.5 ഇട്ട് വെട്ടണം. പിന്നെ താഴെ 24 തയ്യൽ തുമ്പൂടെ കൂട്ടി 1/2 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കുന്നില്ല കേട്ടോ, മെയിൻ ക്ലോത്തിൻ്റെ. അപ്പോൾ തുണി സ്കേർട്ട് കട്ട് ചെയ്യാനായിട്ട് തുണി 4 മടക്കിയിട്ടു. 24.5 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗം മടക്കി അടിക്കാത്തത് കൊണ്ട് താഴ്ഭാഗം കൂടെ മടക്കി അടിക്കുകയാണെങ്കിൽ 1 ഇഞ്ച് കൊടുക്കണേ. അതേപോലെ ലൈനിങ് 2 എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് 2 മീറ്ററാണ്. ലൈനിങ് ഒരു 2 ഇഞ്ച് കുറച്ച് 23 ഞാൻ വെട്ടുന്നത്. അടിഭാഗം മടക്കി അടിക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ. പിന്നെ നമുക്ക് സ്കേർട്ട് ടോപ്പ് നോക്കിയാലോ. ടോപ്പിൻ്റെ തുണി ലൈനിങ് ആണ്, 4 മടക്കിയിട്ടു. ഷോൾഡർ 5 മാർക്ക് ചെയ്തു. നെക്ക് വിട്ട് കൊടുക്കുന്നത് 2.5. അപ്പോൾ താഴോട്ട് 4.5 ആം ഹോൾ കൊടുത്തേക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ 6.5. അതേപോലെ വേസ്റ്റിൻ്റെ അവിടെ 6.25. ഹിപ്പിൻ്റെ അവിടെ അതായത് 12 ഇഞ്ച് വരുന്നിടത്ത് 6.5 നമുക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി മെയിൻ ക്ലോത്തിലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് ക്യാൻവാസിൽ 2.5 വിത്തിലും താഴോട്ട് 4 ഇഞ്ചിലുമാണ് കേട്ടോ. സ്ക്വയർ നെക്കാണ് ഞാൻ കൊടുത്തത്. ഇതേപോലെ സ്ക്വയർ നെക്ക് കൊടുത്തേ. ഇതേപോലെ ബാക്ക് നെക്ക് കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് റൗണ്ടാണ്. ഒരു ക്ലോത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 3 സൈഡൂടെ ഒന്ന് മടക്കി അടിച്ചെടുക്കണേ. ഇനി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സ്കേർട്ട് സെപ്പറേറ്റ് ആയിട്ടും ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈവനായിട്ട് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാവാടയുടെ ഹിപ്പിൻ്റെ അളവ് 24. അപ്പോൾ ഒരു 25 പ്ലേറ്റ് ഇട്ടെടുത്താൽ മതി. അതേപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിയിട്ട് 25 ഹിപ്പിൽ നമുക്ക് അതും പ്ലേറ്റ് ഇട്ടെടുക്കാവേ. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിനെയും ലൈനിങ്ങിനെയും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. റൗണ്ടിൽ ജോയിൻ ചെയ്തെടുത്തേ. ഇനി ജോയിൻ ചെയ്തെടുത്തതിൻ്റെ സൈഡിലെ ഒരു 4 ഇഞ്ച് വീതിക്ക് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ആ പടി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ തുണിയാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത്. നീളം 25 നമ്മൾ ഹിപ്പ് എടുത്തത്. 26 കൂടെ കൂട്ടി എനിക്ക് കട്ടി കിട്ടാനാട്ടോ ഞാൻ 6 ഇഞ്ച് എടുത്തത്. എന്നിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ 2 ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് അകത്ത് പോകുന്ന രീതിയിൽ കറക്കി ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നിർത്തി ജോയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വളഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് 3 സൈഡല്ലായിരുന്നോ നമ്മൾ മടക്കി അടിച്ചത്. ഈ ഡെഡ് എൻഡ് വരുന്ന ഭാഗത്ത് മടക്കി ഒരുമിച്ചങ്ങ് ജോയിൻ്റ് ഇട്ട് വന്നാൽ മതി. ഇനി ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്കേർട്ട് ഫുള്ളി ജോയിൻ ചെയ്തെടുക്കുക. സൈഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരു 3 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത്. മേളിനെ ചെയ്യുന്നില്ല, ഒരു 3 ഇഞ്ച് വീതി വിട്ടിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് ഇനി സ്കേർട്ട് തിരിച്ചിട്ടെടുക്കാം. നമുക്ക് സ്കേർട്ടിന് ഹൂക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഹൂക്കിടാൻ പറ്റിയ പടിയാണ്. അപ്പോൾ നമ്മുടെ ഹിപ്പ് വരുന്നത് 24. അപ്പോൾ ഒരു 22 മാർക്ക് ചെയ്തിട്ട് നമുക്ക് പടി വെച്ച് കൊടുക്കാനുള്ള ഹുക്കിടാനുള്ള പടിയാണ് കേട്ടോ ഇത്. അപ്പോൾ 2.5 വീതിയിലും 12 നീളത്തിലുമാണ് കേട്ടോ ഞാൻ ഈ പടി എടുക്കുന്നത്. അപ്പോൾ അത് 2 മടക്കി സ്റ്റിച്ച് കൊടുത്തു.
അപ്പുറം ഇപ്പുറം ഒരു സ്റ്റിച്ച് കൊടുക്കുവാണേ. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടെടുക്കുവാണ് നമ്മുടെ ആ ഹുക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹിപ്പ് 24 പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 22 ടോട്ടൽ നമ്മൾ 25 പാവാട ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ 22 25 കേട്ടോ ഞാൻ പടി വെച്ച് കൊടുക്കുന്നത്. കാരണം 24 തന്നെ ആണെങ്കിൽ പാവാടയ്ക്കൊരു ചെറിയ ലൂസ് ഉണ്ടാവും. നമ്മൾ ടൈറ്റാക്കിയല്ലല്ലോ നമ്മൾ അളവെടുക്കുന്നത്, നമ്മുടെ നോർമൽ അളവാണ് എടുക്കുന്നത്. അപ്പോൾ ടൈറ്റായിട്ട് നമ്മുടെ പാവാട ടൈറ്റായിട്ട് നിന്നാൽ മാത്രമേ ഭംഗി കിട്ടൂ. അപ്പോൾ ടൈറ്റ് ആവാൻ വേണ്ടിയാണ് 22 വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൂസാക്കേണ്ടവർക്ക് ആക്കാം, ടൈറ്റ് ആക്കേണ്ടവർക്ക് ടൈറ്റും ആക്കാം, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി ഹുക്കൂടെ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബ്ലൗസ് നോക്കാം. ആദ്യം ലൈനിങ് വെച്ചു. ലൈനിങ്ങിൻ്റെ മുകളിലാണ് മെയിൻ ക്ലോത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ സൈഡ് അടിച്ചെടുത്ത ക്യാൻവാസും വെച്ച് കൊടുത്തു. പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. സ്റ്റിച്ചിൽ വീഴാതെ നമുക്ക് ക്യാൻവാസും തുണിയും കൂടെ കട്ട് ചെയ്യാം. ഇനി സ്റ്റിച്ചിൽ വീഴാതെ ചെറിയ ചെറിയ വെട്ടിയിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പതിച്ചു കൊടുക്കുവാണേ. ഇനി ക്യാൻവാസ് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് കൊടുക്കാം, പതിച്ചു കൊടുക്കുവാണ് നെക്ക്. നെക്സ്റ്റ് മെയിൻ ക്ലോത്ത് മാറ്റിയിട്ട് ആ ക്യാൻവാസ് തുണിയും ലൈനിങ്ങൂടെ ജോയിൻ ചെയ്തെടുക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ ജോയിൻ ചെയ്തെടുത്തേ. ഇതേ രീതിയിൽ ബാക്ക് സൈഡും ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ബാക്ക് സൈഡും ചെയ്തെടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. സ്ലോപ്പ് ഇട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ്. ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണ്. ഇനി തുണി 4 മടക്കി ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് ആം ഹോൾ ഒന്ന് എടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 4 ആം ഹോൾ കൊടുക്കുന്നത്. അവിടുത്തെ അളവ് 6.5 ആം ഹോളൊന്ന് ചരിച്ച് വരച്ചു കൊടുത്തേ. വരച്ചു കൊടുത്തിട്ട് നമ്മളെപ്പോഴും ഒന്ന് എന്താ പറയുക, അളന്ന് നോക്കുക. ഇനി ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് എടുത്ത് വെട്ടിയേ. സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇനി ആ സ്ലീവ് മടക്കി അടിച്ചു കൊടുക്കുവാണ് ഞാൻ 2 ആദ്യം ഒന്ന് ചുട്ടി അടിച്ചിട്ട് ഒന്നുകൂടെ ചുട്ടി അടിക്കുവാണ്. തുണി 4 മടക്കി ഇട്ടിട്ട് ലെങ്ത്ത് 13 വെട്ടിക്കളഞ്ഞ്, കാരണം അനാവശ്യമായിട്ടുള്ള പാർട്സൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് താഴ്ഭാഗം മടക്കി അടിക്കുവാണ്. മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് സെൻറ്ററിൽ കട്ടിട്ട് കൊടുത്തു. നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി വെട്ടിയെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കേണ്ട ഭാഗം അളന്ന് നോക്കണേ. എൻ്റെ ഇവിടെ 10 അപ്പോൾ 11 ഇഞ്ച് വീതിയിലെ തുണി ആണ്, നീളത്തിലെ തുണിയാണ് വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഹുക്ക് വെക്കാനും അതേപോലെ ഹുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പടി വെക്കാനുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഹുക്ക് വെക്കാനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഹുക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി പടി വെക്കാനായിട്ട് ഹുക്ക് മുകൾ ഭാഗത്തിലാണ് വെക്കുന്നത്, പടി വെച്ച് കൊടുക്കുന്നത് താഴ്ഭാഗത്താണ് കേട്ടോ. താഴ്ഭാഗത്ത് വെച്ചിട്ട് താഴേന്ന് ഇതേപോലെ പതിച്ചടിച്ചിട്ട് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമ്മൾ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരുവാണേ. ഇതേപോലെ. ഇനി ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. 2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ആ ലൂപ്പ് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങും
അതേപോലെ എൻഡിങ്ങും ലോക്ക് ഇട്ട് കൊടുക്കണേ. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു 2 വട്ടം നമ്മൾ ഹുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും സ്റ്റിച്ച് ലൂസായി പോകാൻ. അപ്പോൾ അത് ചെയ്തു. ഇനി നമുക്ക് പിന്ന് കുത്തി കൊടുക്കാവേ. പിന്ന് കുത്തി കൊടുത്തിട്ട് ബാക്കി 4ആയിട്ട് മടക്കിയിടുക. കറക്റ്റായിട്ട് മടക്കിയിടണം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് 6.5 താഴെ 6.25, ഹിപ്പും 6.5 കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. എത്ര സ്റ്റിച്ചാണോ വേണ്ടത് അതേപോലൊക്കെ ഇട്ടെടുക്കാം. കൊണ്ട് കയറാതിരിക്കാൻ അകത്തേക്കൊന്ന് ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഹുക്ക് വെക്കണം. പാവാടയിലും ഹുക്ക് വെക്കണം. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. ഇതാണ് നമ്മുടെ കുഞ്ഞി പെണ്ണിൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായി. നന്നായിട്ട് ഇണങ്ങുന്ന കളർ കോമ്പിനേഷൻസും ആയിരുന്നു. സിമ്പിളായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ആദ്യമൊക്കെ ചിലപ്പോൾ പാളിപ്പോയേക്കും, പിന്നീട് ശരിയായിട്ട് തന്നെ വരും. ശരിയാവാതെ എവിടെ പോകാനാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.